മധുരിക്കുന്ന പുളിക്കൽ. മധുരമൂർന്ന പുളിമരത്തണലിലായിരുന്നു ഞങ്ങൾ പ്രവാസികളെന്ന്. പ്രവാസലോകം കൈനീട്ടി ഹൃദയപൂർവ്വം ക്ഷണിച്ചപ്പോഴും പെറ്റമ്മയെ പിരിയുന്ന വേദനയോടെ പോറ്റമ്മയായ അറേബ്യൻ നാടിനെയും നെഞ്ചേറ്റുകയായിരുന്നു. പ്രവാസത്തിൻ്റെ കൈപ്പുനീരാണ് ഞങ്ങൾ നുണഞ്ഞതെന്ന് പറയാനാവില്ല. നുകർന്ന അമ്മിഞ്ഞ പാല് പോലും ഈ നാടിനെയും ഉള്ളിലെടുത്ത് സ്വപ്നങ്ങളെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും കൊണ്ട് അനന്തവിഹായസിലേക്ക് ചിറകടിച്ചുയരാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയായിരുന്നു ഈ പുണ്യനഗരം. സൗദ കുടുംബത്തിൻ്റെ കാരുണ്യ കടാക്ഷം ഞങ്ങളിൽ ചൊരിഞ്ഞപ്പോഴും പുളിക്കലെന്ന ജന്മമെടുത്ത മണ്ണിൻ്റെ സൗകുമാര്യത മനതാരിൽ തന്നെ ഉദിച്ചുയർന്ന് ജ്വലിച്ചു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. വിയർപ്പും വേദനയും മൺതിട്ടയിൽ വീണ് ഉരുകിത്തീർന്നപ്പോഴും ആത്മാഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ച ഒരു പേരുണ്ടായിരുന്നു. അതാണ് പുളിക്കൽ. അല്പം പുളിക്കും എന്ന വാക്കിനോടൊട്ടും ആഭിമുഖ്യമില്ലാത്ത ഞങ്ങൾക്ക് ഈ ഗ്രാമം എന്നും മധുരിക്കൽ മാത്രമായിരുന്നു. ആരോടും ഒരു പൊളിയും ചവർപ്പുമില്ലാതെ മധുരതരമായി മാത്രമേ ഈ നാടിനെ സമീപിച്ചിട്ടുള്ളൂ. ഇശലും ഈരടികളും നടിയിൽപ്പാട്ടും കാളപ്പൂട്ടും ആരവം കൂടി ഇഴചേർന്ന ദൈവത്തിൻ്റെ ഈ സ്വന്തം നാടിനെ ഒരു മധുരമിഠായി പോലെയാണ്. ആന്തിയൂർ കുന്നിലേക്കുള്ള പാടവരമ്പത്തിന് ഇരുവശവും പുളിമരങ്ങളുണ്ടായിരുന്നതായി പഴമക്കാർ ഓർത്തെടുക്കുമ്പോഴും ഈ നാമകരണത്തെപ്പറ്റി ചരിത്രരേഖകളൊന്നും ലഭ്യമല്ല. ആന്തൂർ രാജാവിൻ്റെ ദേശം ആന്തിയൂർ കുന്നായും കോട്ടയുണ്ടായിരുന്നിടം പൂവത്തിക്കോട്ടയായും മകൻ കളരി അഭ്യസിച്ചിരുന്ന മാംഗ്ലാരിക്കുന്ന് അതിരിടുന്ന ഈ മനോഹര തീരം പിൽക്കാലത്ത് കൃഷിയും കച്ചവടവും ജീവിതോപാധിയായി തീരുകയും തുടർന്ന് ഗൾഫിലേക്കുള്ള പ്രവാഹം ആരംഭിച്ച കാലത്ത് തന്നെ ഈ നാട്ടുകാരും അവിടെ എത്തിപ്പെടുകയും വിവിധ ജോലികളിൽ സജീവമായി പിറന്ന നാടിൻ്റെ അഭിവൃദ്ധിക്ക് കാരണക്കാരായി. കാൽനടയായി ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പുണ്യഭൂമിയിലെത്തിയ ഏതോ അജ്ഞാത പിതാമഹനായിരിക്കാം ആദ്യത്തെ പ്രവാസി. കണ്ണീരും സ്വപ്നങ്ങളും മണലാരണ്യത്തിൽ നട്ടുമുളപ്പിച്ച അപൂർവ സൂര്യകൾ നമുക്ക് വഴികാട്ടികളായി മുന്നേ നടന്നവരാണ്. ആ പ്രിയമുള്ള ഓരോരുത്തരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്ന ഈ സുന്ദര സായുജ്യ നിമിഷങ്ങളിൽ ഓരോ പ്രവാസിയുടെ സ്വരവും ശ്വാസവും ഈണവും ഹൃദയ താളങ്ങളും ഒന്നായി തുടിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. അതുപോലെ ഈ ധന്യമുഹൂർത്തത്തിൽ പ്രിയമുള്ള ഓരോരുത്തരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. നിങ്ങളുടെ മനോമുഖരങ്ങളിൽ തെളിയുന്ന ആർദ്രതയും കരുതലും എന്നും തണലായിരുന്നു. നാടണയാനും കൂട്ടുകാരോടും കുടുംബത്തോടും ലയിച്ചുല്ലസിച്ച് ഒരു സ്നേഹപ്പുഴയായി ഒഴുകാനും എന്നും മനസ്സ് കൊതിക്കുന്നുണ്ടെങ്കിലും നാട്ടുകാരേറെയുള്ള JPC എന്ന കൂട്ടായ്മയിൽ ആത്മാർത്ഥതയുള്ള സ്നേഹച്ചരടായി ആശ്വാസം കണ്ടെത്തുകയാണ് ഓരോ പ്രവാസിയും. ഒരൽപ്പം പുളിക്കലിൻ്റെ ചരിത്രത്തിലേക്ക് ഊളിയിട്ടാൽ 6-ാം നൂറ്റാണ്ടിലെ കടുങ്ങോൻ രാജാവിൻ്റെ ഭരണമേറെ കഴിഞ്ഞ് 11-ാം നൂറ്റാണ്ടിലാണ് ചേവായൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രവും പറവൂരിലെ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രവും നിർമ്മിക്കപ്പെടുന്നത്. 1876 പുളിക്കൽ ജമാഅത്ത് പള്ളി സ്ഥാപിതമായത്. പിന്നെയും 1/4 നൂറ്റാണ്ട് കഴിഞ്ഞ് 1900 ആണ് ഓത്തുപള്ളികളിൽ ഏകാധ്യാപക വിദ്യാലയം വരുന്നത്. പിന്നീടങ്ങോട്ട് ഈ പ്രദേശം വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും വളരെ പെട്ടെന്ന് തന്നെ വളരുന്ന കാഴ്ചയാണ് കണ്ടത്. അൽ മദ്രസത്തുൽ മുനവ്വറ LP UP സ്കൂളുകൾ 1954 ഹൈസ്കൂൾ 1964 നിലവിൽ വന്നതോടെ വിദ്യാഭ്യാസ പുരോഗതി ദ്രുതഗതിയിലായി. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടെ 1947 മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് സ്ഥാപിച്ചത്. 1987 ജാമിയ സലഫിയയും യാഥാർത്ഥ്യമായി. 1970കളോടെ പ്രവാസ ലോകത്തിൻ്റെ കൈപിടിച്ച് നടക്കാൻ തുടങ്ങിയ ഇന്നാട്ടിലെ യുവാക്കൾ അവരുടെ അധ്വാന ശേഷി കൊണ്ട് പടുത്തുയർത്തിയ സ്വപ്ന ഗോപുരങ്ങൾ ഇന്നാട്ടിലെ ജനങ്ങൾക്കും തൊഴിൽ ലഭ്യതയ്ക്ക് കാരണമായി. മധുരതരമായി തന്നെയാണ് ഓരോ നാട്ടോർമ്മകളും ഞങ്ങളിൽ കുടികൊള്ളുന്നത്.
അതിനെന്നും ഒരേ സ്വരവും ഒരേ ശ്വാസവും താളവുമാണ്. അതിനൊട്ടും വൈവിധ്യമോ വൈജാത്യമോ വൈരുദ്ധ്യമോ ഇല്ല തന്നെ. പട്ടുനൂലിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ഇവിടെ പ്രവാസികൾ ഒത്തിണങ്ങി നിർമ്മല നിതാന്ത സ്വരമാധുരിയായി പരിലസിക്കുന്നു എന്നറിയുന്ന പുളിക്കലിലെ നാട്ടിലോട്ടവുമെന്ന അനുഗ്രഹമായി ഒപ്പമുണ്ടാവുമെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. മരുഭൂമിയിലെ വെയിൽ ചൂടേറ്റ് ഞങ്ങൾ വാടാതിരിക്കുന്നത് പുളിക്കലെന്ന നാടിൻ്റെ ഊർജവും ഉശിരും തന്നെയാണ്. ആ നാട് പൂർവാധികം ശക്തിയിൽ ഉയർത്തെഴുന്നേൽക്കുന്ന നിമിഷങ്ങൾ എണ്ണിയാണ് ഞങ്ങൾ രാപ്പകലുകൾ പിന്നിടുന്നത്. നാടിനെ സ്നേഹിക്കാൻ ഒരേ മനസ്സും ആർജവവും കാണിക്കുന്ന JPCയുടെ അണികൾക്കും അർപ്പണ മനോഭാവത്തിൻ്റെ പേരിൽ മത്സര ബുദ്ധി തന്നെയാണുള്ളത്. ഈ ആകാശ നീലിമയുടെ തണലോരങ്ങളിൽ ഓരോ ദിനരാത്രങ്ങളും നാടിനെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ഇശലിമ്പത്തോടെയാണ് കടന്നു പോകുന്നത്. പുളിക്കലിൻ്റെ പാട്ടുപെരുമയും കാളപ്പൂട്ടിൽ തുടങ്ങി ഫുട്ബോൾ വരെ എത്തി നിൽക്കുന്ന കായിക ഖ്യാതിയും എന്നും ഞങ്ങളുടെ പ്രവാസ ജീവിതത്തിൻ്റെ പ്രചോദനങ്ങളിൽ തുടിച്ചു നിൽക്കുന്നു. പുളിക്കലിൻ്റെ കലാസാംസ്കാരിക ബിംബങ്ങളായി പരിലസിച്ച ഗുരുകാരണവന്മാരെയും കലാകാരന്മാരെയും ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെയും ഹൃദയാഭിവാദ്യം ചെയ്യുന്നു, നമിക്കുന്നു.